കഥ പറയുന്നു. പൺകഥ കന്ധരമുഖ രാക്ഷസ വീരന്മാരാൽ സന്തതം ഭരണേ സന്താപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവത പ്രസംഗഗണത്തോടും സാരസാന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം പിതാവിനോടറിയിച്ചാൾ. വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദം ചെയ്യുകയെന്ന് മറ്റൊരു കഴിവില്ല. സാരസോത്സവസേനം ചിന്തിച്ചു ദേവന്മാരോട് വേദം നമ്മോട് കൂടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗരം തീരം പ്രാപിച്ച് ദേവമുനിമാരോടും കൂടി സ്തുതിസ്ഥിതിനാൽ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ട് ദേവസേവയെ ചിരുന്നിടിനാൽ വഴിപോലെ. അന്നേരം അരുൾ 10,000 ആദിത്യന്മാരൊന്നിച്ചുദിക്കുന്ന പോലെ പത്മസംഭവൻ തന്നികൾ പെട്ടു കാൺമായി വന്നു പത്മലോചനായ പത്മനാഥനെ മോദോ മുക്തന്മാരായുള്ള സിദ്ധയോഗികളാലും ദുർദർശമാം ഭഗവത് രൂപം മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസരുഹവൻ മന്ദാരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൽ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കമ്മണതിന്നൊരു പദാംബുജം നിത്യവും നമസ്തുതേ സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമസ്തുതേ. പൗലസ്തനയാം രാവണദാനിലിപ്പോൾ ത്രൈലോകം നശിച്ചതു മിക്കതും ജഗൽപദേ. മധ്യതലയൻ മലദർപ്പണത്തിനായിട്ടിരി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമയ്യോ.